അതെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ഓഡിയോ സ്രോതസ്സിനെക്കുറിച്ചാണ്. ഇതിൽ വിശ്വാസം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ. പ്രത്യേകിച്ച് ദൈവവുമായി ഒരു കച്ചവടം അല്ലെങ്കിൽ ഇടപാട് എന്നൊരാശയമുണ്ട്. ശിക്ഷ ഒഴിവാക്കി സ്വർഗം നേടാൻ എന്തു ചെയ്യണം എന്നതിലാണ് ഒരു ഊന്നൽ, അല്ലേ? അതെ, ശരിയാണ്. അപ്പോൾ ഈ സ്രോതസ്സിലെ പ്രധാന ചിന്തകളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ഈ സ്രോതസ് പറയുന്നത് കടുത്ത ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ആദ്യം. ഓഹോ. അതിനും ദൈവത്തിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം. അതുമാത്രം പോരാ. ശരി. സ്വന്തം സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ പരിശ്രമിക്കുകയും വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്വർഗം കിട്ടാനുള്ളൊരു വഴി എന്നതിനേക്കാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഡീലായിട്ടാണ് പറയുന്നത്. ഒരു ഡീൽ അപ്പോ അത്ര ഗൗരവത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതെ, അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാവാം എന്നൊരു സൂചനയുണ്ട്. ഈ പറയുന്ന ദൈവമാർഗത്തിലുള്ള പരിശ്രമം അതെന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ടോ സ്രോതസ്സിൽ? ഉണ്ടുണ്ട്. ലോകത്തില് ഈ വിശ്വാസം, അതായത് ഇസ്ലാം, അത് നിലനിർത്താനും വളർത്താനും ബോധപൂർവം ശ്രമിക്കണമെന്നാണ്. വെറുതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതിനപ്പുറം കയ്യിലുള്ള ഈ വിശ്വാസം, അതിന്റെ ഒരു മൂല്യമുണ്ടല്ലോ. ശരിയാണ്. അത് മനസ്സിലാക്കി നല്ല ആത്മവിശ്വാസത്തോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കണം എന്നൊരു ആഹ്വാനം കൂടിയാണത്. ഓഹോ. അപ്പോ ഇത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്നാണോ ഊന്നൽ? തീർച്ചയായും. അതാണിതിലെ പ്രധാന പോയിന്റ്. ഏതെങ്കിലും ഒരു ദാവാ സംഘടനയ്ക്ക്, അതായത് മതപ്രബോധന പ്രവർത്തനം ചെയ്യുന്നവർക്ക് കുറച്ച് പണം കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ് ഈ സ്രോതസ് വാദിക്കുന്നത്. അങ്ങനെയാണോ? അതെ. ഓരോ വ്യക്തിക്കും മറ്റുള്ളവരെ ഈ വഴിയിലേക്ക് വിളിക്കാനും ജീവിതം കൊണ്ടൊരു മാതൃകയാവാനും കടമയുണ്ട്. അതാണ് ആശയം. ശരി ശരി. അപ്പോ ഇങ്ങനെ പരിശ്രമിച്ചാൽ എന്താണ് പ്രതിഫലം? പാപമോചനവും സ്വർഗവുമൊക്കെ പറയുന്നുണ്ടാവും, അല്ലേ? ഉവ്വ്. പാപമോചനം, അരുവികൾ ഒഴുകുന്ന സ്വർഗം, അതൊക്കെയുണ്ട്. അതിനു പുറമേ ദൈവത്തിൽ നിന്നുള്ള സഹായം, പെട്ടെന്നുള്ള വിജയം, ഇതൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിലെ വിജയം? അതെ. രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഒരു വിജയം കിട്ടിയെന്ന് എങ്ങനെ അറിയും? അതെങ്ങനെ? ആളുകൾ കൂട്ടമായി ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ അപ്പോഴാണ് ദൈവത്തിന്റെ സഹായം ശരിക്കും കിട്ടി എന്ന് മനസ്സിലാവുള്ളൂ എന്നാണ് ഈ സ്രോതസ്സു പറയുന്നത്. അപ്പോ ഈ വിജയവും സഹായമൊക്കെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പരിശ്രമം അത് നിർബന്ധമാണ്. അതെ, അത് ചെയ്തേ പറ്റൂ. ലോകത്ത് ഈ വിശ്വാസത്തിന്റെ അവസ്ഥ മോശമാണെങ്കിൽ അതിന്റെ കാരണം വിശ്വാസികൾ അവരുടെ പങ്ക് ശരിയായി ചെയ്യുന്നില്ല എന്നതാണ് ഈ സ്രോതസ്സിലെ ഒരു പ്രധാന വാദം. ഓഹോ. കാര്യങ്ങളെ വേണ്ടത്ര ഗൗരവമായി കാണുന്നില്ല, പ്രാധാന്യം കൊടുക്കേണ്ടതിനല്ല മുൻഗണന കൊടുക്കുന്നത്. ഇതൊക്കെയാണ് പ്രശ്നം. ഉത്തരവാദിത്തം നമ്മുടേതാണെന്ന് വീണ്ടും പറയുന്നു. അപ്പോ അവസാനം വീണ്ടും ആ കച്ചവടത്തിലേക്ക് തന്നെ വരികയാണ്. അതെ. സ്വർഗത്തിന് പകരമായിട്ട് ദൈവം വിശ്വാസികളുടെ ജീവനും സ്വത്തും വാങ്ങിയിരിക്കുന്നു. കൃത്യമായി. ഒരിടപാട്. ഈ ഇടപാടിൽ സന്തോഷിക്കാനാണ് ഈ സ്രോതസ് ആവശ്യപ്പെടുന്നത്. സന്തോഷിക്കാൻ? അതെ. കാരണം ദൈവം അവന്റെ വാഗ്ദാനം എന്തായാലും പാലിക്കും. അതുകൊണ്ട് ഈ ഒരു കൈമാറ്റത്തിൽ പൂർണ്ണ തൃപ്തരായിരിക്കാം. അതാണ് ഏറ്റവും വലിയ വിജയമെന്നും പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സ്രോതസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇങ്ങനെയാണ്. ആദ്യം വിശ്വാസം, ദൈവത്തിലും ദൂതനിലും. ആ വിശ്വാസം കാരണം ദൈവമാർഗത്തിൽ പ്രയത്നിക്കുക, സമ്പത്തും ശരീരവും ഉപയോഗിച്ച്. അതെ. ഇത് പാപമോചനത്തിനും സ്വർഗത്തിനും മാത്രമല്ല, ദൈവത്തിന്റെ സഹായത്തിനും ഈ ലോകത്തിലെ വിജയത്തിനും കാരണമാകും. ശരിയാണ്. ഇതയും ഒരു തരം ഇടപാടുമാണ് ഈ സ്രോതസ് കാണുന്നത്. അതെ, ഒരു ഇടപാട് തന്നെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം. എന്താണത്? ഈ സ്രോതസ്സിന്റെ കാഴ്ചപ്പാടില് ഈ പറയുന്ന പങ്ക് നിർവഹിക്കുക, ദൈവമാർഗത്തിൽ പ്രയത്നിക്കുക, ഇതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. ഈ ഊന്നിപ്പറയുന്ന വ്യക്തിഗത ഉത്തരവാദിത്വം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാവുന്നതാണ്.